സി സദാനന്ദൻ എംപിയുടെ കാൽ വെട്ടിയ കേസിൽ ശിക്ഷിക്കപ്പെട്ടവരെല്ലാം നിരപരാധികളാണെന്ന് സിപിഎം. പാർട്ടിക്ക് വേണ്ടി ജീവൻ സമർപ്പിച്ച മനുഷ്യരുടെ കൂട്ടത്തിലാണ് ശിക്ഷിക്കപ്പെട്ടവരെയും പാർട്ടി കാണുന്നതെന്ന് കണ്ണൂർ ജില്ലാ സെക്രട്ടറി കെ രാഗേഷ് പറഞ്ഞു. പാർട്ടി നിലപാട് വിശദീകരിക്കാൻ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ വിശദീകരണ യോഗങ്ങൾ സംഘടിപ്പിക്കാനും സിപിഎം തീരുമാനിച്ചു. സി സദാനന്ദൻ വധശ്രമ കേസിൽ പ്രതികളുടെ വിടുതൽ ഹർജി സുപ്രീം കോടതി തള്ളിയതോടെയാണ് കഴിഞ്ഞ ദിവസം കേസിലെ 8 പ്രതികളും കോടതിയിൽ ഹാജരായത്. പിന്നാലെ ഇവരെ ജയിലിൽ അടച്ചു. കോടതി വിധി സിപിഎമ്മിന്റെ അക്രമ രാഷ്ട്രീയത്തിനെതിരായ തിരിച്ചടിയെന്ന് ചൂണ്ടിക്കാട്ടി BJP വ്യാപകമായ പ്രചരണം ആരംഭിച്ചതോടെയാണ് പ്രതിരോധവുമായി സിപിഎം രംഗത്തെത്തിയത്. ശിക്ഷിക്കപ്പെട്ടവർ നിരപരാധികളെന്ന് പാർട്ടിക്കും പൊതുസമൂഹത്തിനും ബോധ്യമുണ്ടെന്ന് കണ്ണൂർ ജില്ലാ സെക്രട്ടറി കെ രാഗേഷ്. ഞങ്ങൾക്ക് 100% ഉറപ്പുണ്ട് അവിടെ ശിക്ഷിക്കപ്പെട്ട സഖാക്കൾ നിരപരാധികളാണ്. സദാനന്ദ മാഷ് ഉൾപ്പെടെ നൽകിയിട്ടുള്ള കള്ളമൊഴികളാണ്. ആ വ്യാജമൊഴികൾ കള്ളമൊഴികൾ കണക്കിലെടുത്തുകൊണ്ടാണ് ശിക്ഷിക്കപ്പെട്ടത്. അത് നാട്ടിലെ ജനങ്ങൾക്കറിയാം. കോടതി ശിക്ഷിച്ചതുകൊണ്ട് മാത്രം പ്രതികൾ കുറ്റക്കാരാകില്ലെന്നും കോടതിക്കും തെറ്റുപറ്റാമെന്നും EP ജയരാജൻ. ഞങ്ങളെ വെട്ടാനും കൊല്ലാനും വന്നവരോട് പോലും സ്നേഹവാത്സല്യത്തോടുകൂടി പെരുമാറിയ പാരമ്പര്യമാണ് ഞങ്ങൾക്കുള്ളത്. ഇന്നത്തെ ഇന്ത്യൻ നിയമവ്യവസ്ഥയും ഭരണഘടനയും ഒക്കെ വെച്ചുകൊണ്ടുള്ള ഒരു സ്ഥാനം കോടതിക്കുണ്ട്. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും 100% സത്യമാകണമെന്നില്ല. കേസിൽ പാർട്ടി നിലപാട് വിശദീകരിക്കാൻ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ പൊതുയോഗങ്ങൾ സംഘടിപ്പിക്കാനാണ് സിപിഎമ്മിന്റെ തീരുമാനം. തിങ്കളാഴ്ച വൈകിട്ട് മട്ടന്നൂർ ഉരുവച്ചാലിലാണ് ആദ്യ വിശദീകരണ യോഗം. മീഡിയ 1 കണ്ണൂർ.